നമസ്കാരം. പീഡന കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് ഇന്നലെ ഇടക്കാല ജാമ്യം ലഭിച്ച സിനിമാ താരം സിദ്ദിഖിന്റെ വീടിന് മുന്നിൽ ഇന്നലെ നടന്ന ഒരു ആഘോഷമുണ്ട്. മലയാളിയുടെ നീതിന്യായ വ്യവസ്ഥയോടുള്ള വിശ്വാസത്തിന്മേൽ പതിച്ച കറുത്ത നിഴലാണ് അത്. സ്ത്രീ പീഡന കേസിൽ ഒളിവിൽ പോയ നടന് ലഭിച്ച ഇടക്കാല ജാമ്യം ലഡു വിതരണം നടത്തി ആഘോഷമാക്കുമ്പോൾ അവിടെ ഇല്ലാതാവുന്നത് ഇരകളുടെ ആത്മവീര്യമാണ്. അവരുടെ പോരാട്ടത്തെ കൊഞ്ഞനം കുത്തുകയും പീഡകരെ വീരപരിവേഷം കൊടുത്ത് വാഴ്ത്തുകയും ചെയ്യുന്ന ഈ സമൂഹത്തിൽ പ്രതികരണശേഷി നഷ്ടമായി പോകുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരുന്നതിൽ അത്ഭുതപ്പെടേണ്ടതില്ല. ഇന്നലെ സിദ്ദിഖിന് ഇടക്കാല ജാമ്യം അനുവദിച്ചുകൊണ്ട് പ്രഖ്യാപിച്ച സുപ്രീം കോടതിയുടെ വിധി പകർപ്പിൽ കേസ് കൊടുക്കാനുണ്ടായ 8 വർഷത്തെ കാലതാമസമാണ് കോടതി പരിഗണിച്ചത്. ബലാത്സംഗ കേസുകളിൽ കാലതാമസം കണക്കിലെടുക്കില്ല എന്ന് പറയുമ്പോൾ തന്നെയാണ് നിയമത്തിന്റെ ഇത്തരത്തിലുള്ള ഒരു നൂലിഴ സിദ്ദിഖിന് തണലായി മാറിയത്. പീഡിപ്പിക്കപ്പെട്ട് വർഷങ്ങൾ ഇത്ര കഴിഞ്ഞതിന് ശേഷമാണോ പരാതി കൊടുക്കാൻ തോന്നിയത് എന്ന് ചോദിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഇന്നലെ സിദ്ദിഖിന്റെ വീട്ടുമുറ്റത്ത് നടന്ന ലഡു വിതരണം. ഒരു സ്ത്രീ പീഡന കേസ് പ്രതിക്ക് ജാമ്യം കിട്ടിയതിന് റോഡിലൂടെ പോകുന്ന വാഹനത്തിലെ യാത്രക്കാർക്കും നാട്ടുകാർക്കും ലഡു വിതരണം ചെയ്ത് സന്തോഷ പ്രകടനം നടത്തിയ താരത്തിന്റെ നാട്ടുകാരന്റെ പ്രവൃത്തി സൂചിപ്പിക്കുന്നത് സ്ത്രീകളോടുള്ള ഒരു സമൂഹത്തിന്റെ തെറ്റായ മനോവ്യാപാരം തന്നെയാണ്. നമ്മുടെ സിദ്ദിഖ് സാറിന് സുപ്രീം കോടതിയിൽ നിന്ന് ജാമ്യം കിട്ടി. അത് പറഞ്ഞുകൊണ്ടാണ് അയാൾ ലഡു വിതരണം നടത്തിയത്. നടിയെ പീഡിപ്പിച്ച കേസിൽ 7.5 വർഷക്കാലത്തിന് ശേഷം ജാമ്യത്തിലിറങ്ങിയ പൾസർ സുനിക്ക് ജയിലിന് പുറത്ത് ലഭിച്ച വരവേൽപ്പും ഇത്തരത്തിൽ തന്നെ ഉള്ളതായിരുന്നു. താൻ തെറ്റുകാരനാണ് എന്ന് സമ്മതിച്ചു കഴിഞ്ഞ ഒരുത്തനെ മാലയിട്ട് ജയ് വിളിച്ച് ആരവങ്ങളോടെയാണ് പുരുഷ കേസരികളെന്ന് അഹങ്കരിക്കുന്ന ഒരു കൂട്ടം നാണം കെട്ടന്മാർ സ്വീകരിച്ചത്. യുദ്ധം ജയിച്ചു വരുന്ന യോദ്ധാവിനെ പോലെ പുഷ്പവൃഷ്ടി നടത്തി ജയ് വിളികളുമായാണ് പൾസർ സുനിയെ ഓൾ കേരള മെൻസ് അസോസിയേഷൻ പ്രവർത്തകർ സ്വീകരിച്ചത്. ഒരു പെണ്ണിനെ അതിക്രൂരമായി പിച്ചു ചീന്തിയ ഒരുത്തന് വേണ്ടി കോടതി മുറ്റത്തുയർന്ന ജയ് വിളികളും സിദ്ദിഖിന് വേണ്ടി നടു റോഡിൽ വിതരണം ചെയ്ത മധുരവുമെല്ലാം പെൺമക്കളുള്ള നമ്മൾ ഓരോ അച്ഛനമ്മമാരുടെയും ഉള്ളു പൊള്ളിക്കുന്ന കാഴ്ചകളാണ്. ഇന്നലെ ഉച്ചയോടെയാണ് 2 ആഴ്ചത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ട് സിദ്ദിഖിന്റെ കേസിൽ കോടതിയുടെ ഇടക്കാല ജാമ്യം അനുവദിച്ചത്. ജസ്റ്റിസുമാരായ ബെല എം ത്രിവേദി, സതീഷ് ചന്ദ്ര ശർമ്മ എന്നിവർ ഉൾപ്പെട്ട ബെഞ്ചാണ് ജാമ്യാപേക്ഷ പരിഗണിച്ചത്. കേസ് വിശദമായി കേട്ട ശേഷം അന്തിമ വിധി പ്രസ്താവിക്കാമെന്നാണ് കോടതി വ്യക്തമാക്കിയത്. സിദ്ദിഖ് തെറ്റ് ചെയ്തിട്ടില്ല, അദ്ദേഹത്തെ ക്രൂശിക്കാൻ വേണ്ടി ചെയ്ത പണിയാണിത്, അദ്ദേഹം നിരപരാധിയാണ് എന്ന് പിന്നീട് തെളിഞ്ഞു വരും, കേസ് നടക്കട്ടെ, അദ്ദേഹം തെറ്റ് ചെയ്തിട്ടില്ല എന്ന് നമുക്ക് 100% വിശ്വാസമുണ്ട്, 10-30 വർഷമായി ഞങ്ങളുമായി അടുത്ത ബന്ധമുള്ളയാളാണ് അദ്ദേഹം, ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ഇന്നലെ ലഡു വിതരണം നടത്തിയ മനുഷ്യന്റെ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടായിരുന്നു ജാമ്യം ലഭിച്ച സിദ്ദിഖിന്റെ ജയം ആഘോഷമാക്കി ഇന്നലെ നാട്ടുകാരൻ വീടിന് മുന്നിൽ നടത്തിയ കസർത്തുകൾ. ഇന്ത്യയുടെ പരമോന്നത കോടതിയാണ് അദ്ദേഹത്തിന് ജാമ്യം നൽകിയിരിക്കുന്നത് എന്നും ആ നാട്ടുകാരൻ പറയുകയുണ്ടായി. ഉപാധികൾ അനുസരിച്ചാണ് സിദ്ദിഖിന് ഇന്നലെ സുപ്രീം കോടതി ജാമ്യം അനുവദിച്ചത്. ഉപാധികൾ എന്തൊക്കെയാണ് എന്നതിനെ സംബന്ധിച്ച് വിചാരണ കോടതിക്ക് തീരുമാനിക്കാം. 2 ആഴ്ചക്കാലത്തേക്ക് അറസ്റ്റ് തടഞ്ഞുകൊണ്ടാണ് സുപ്രീം കോടതിയുടെ നടപടി. കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെയാണ് സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചത്. കേസിൽ ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചതിന് പിന്നാലെ ഒളിവിൽ കഴിയുന്നതിനിടെയാണ് സിദ്ദിഖിന്റെ അറസ്റ്റ് തടഞ്ഞുകൊണ്ട് കോടതിയുടെ ഉത്തരവുണ്ടാകുന്നത്. സിദ്ദിഖിന് വേണ്ടി മുതിർന്ന അഭിഭാഷകൻ മുകുൾ റോത്തഗി ഹാജരായി. തങ്ങളുടെ ഭാഗം കൂടി കേൾക്കാതെ ഉത്തരവിറക്കരുത് എന്നാവശ്യപ്പെട്ടുകൊണ്ട് തടസ്സ ഹർജി നൽകിയ സംസ്ഥാന സർക്കാരിന് വേണ്ടി അഡീഷണൽ സോളിസിറ്റർ ജനറൽ ഐശ്വര്യ ഭാട്ടിയും പരാതിക്കാരിക്ക് വേണ്ടി മുതിർന്ന അഭിഭാഷക വൃന്ദ ഗ്രോവറും ഹാജരായിരുന്നു. എന്നാൽ വിഷയത്തിന്റെ ഗൗരവം കോടതിയെ ധരിപ്പിക്കുന്നതിൽ സർക്കാർ അഭിഭാഷകയ്ക്ക് തെറ്റുപറ്റി എന്ന് തന്നെ വിലയിരുത്തപ്പെടുന്നു. അമ്മയെ തല്ലിയാലും രണ്ടുണ്ട് പക്ഷം എന്ന ചൊല്ല് നമ്മൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഏറെ അർത്ഥവത്താകുകയാണ്. അയ്യോ, ഒന്നുമില്ലേലും പെറ്റമ്മയല്ലേ, ആ സാമദ്രോഹി അങ്ങനെയൊക്കെ ചെയ്യാമോ എന്ന് ചോദിക്കുന്ന ഒരു കൂട്ടം ഒരു വശത്ത്, അതേസമയം എങ്ങനെ തല്ലാണ്ടിരിക്കും, ആ തള ചോദിച്ചു വാങ്ങിയതാണെന്ന് പറയാൻ മറ്റൊരു കൂട്ടരും. അങ്ങനെ ഏത് കാര്യത്തിനും ചേരിതിരിഞ്ഞ് ന്യായവാദങ്ങൾ നിരത്താൻ നമ്മൾ മലയാളീസ് എന്നും പൊളിയാണ്. പക്ഷെ പെറ്റമ്മയെ സ്നേഹിക്കുന്ന ഒരുത്തനും ഒരു പെണ്ണിന്റെ മാനത്തിന് വില പറയാൻ തുനിയില്ല എന്നാണ് എൻ്റെ ഉറച്ച ധാരണ. അമ്മയായും മകളായുമൊക്കെ ജീവിതത്തിന്റെ ഓരോരോ ഘട്ടങ്ങളിലും ഒരു സ്ത്രീ അവളുടെ സമയവും പ്രയത്നവും ഒക്കെ ത്യാഗം ചെയ്തുകൊണ്ട് ഓരോ മനുഷ്യന്റെയും ഒപ്പം തന്നെ ഉണ്ടാകും.
അതിപ്പോൾ സ്ത്രീ വിരോധ മസ്തിക്ക് പിടിച്ച് ആണത്തത്തിൽ അഹങ്കരിക്കുന്ന ഏതൊരുവന്റെ കാര്യമെടുത്താലും സ്ഥിതിവിശേഷം മറിച്ചാവില്ല. എന്നാൽ ഇവിടെ ദൈവത്തിന്റെ സ്വന്തം നാടായ നമ്മുടെ കേരളത്തിൽ ഓരോ ദിവസവും പുറത്തു വരുന്ന സ്ത്രീ പീഡന കേസുകളുടെ കണക്കെടുത്താൽ ഇടനെഞ്ചൊന്ന് വിങ്ങും. ഇവിടെ ഇരകളാക്കപ്പെടുന്നവരിൽ കുഞ്ഞുമക്കൾ മുതൽ മുത്തശ്ശിമാർ വരെയുണ്ട്. എന്തായാലും ഇത്തരത്തിലൊരു വാർത്ത കേട്ടാൽ ചങ്കുപൊള്ളാത്തവരെ മനുഷ്യരെന്ന് പറയാൻ കഴിയില്ല. ആണഹങ്കാരത്തിനപ്പുറം അച്ഛനെന്നും മകനെന്നും ചേട്ടനെന്നും അനുജനെന്നും ഒക്കെയുള്ള സുഖമുള്ള കെട്ടുപാടുകൾ ഭരിക്കുന്ന ആണൊരുത്തനും പെണ്ണിന്റെ മനത്തിന് വില പറയാൻ കഴിയില്ല എന്ന് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുന്നു.